എല്ലാ വീടുകളിലും ഇപ്പോൾ ബേ വിൻഡോ ഉണ്ട്. ബേ വിൻഡോ ഇല്ലാത്ത വീടുകൾ ചുരുക്കാന്ന് വേണമെങ്കിൽ പറയാം. അത് ഒന്നുമല്ല, നമുക്ക് ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള അതിൻ്റെ ഒരു കാര്യം. ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ബേ വിൻഡോൻ്റെ വിശേഷങ്ങളാണ് പറയുന്നത്. ഇതിൻ്റെ ബേ വിൻഡോൻ്റെ ഹൈറ്റ് എത്ര കൊടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ ഇരിക്കാനുള്ള സ്പേസിങ് എത്ര കൊടുത്തിട്ടുള്ളത്, ഇതിൻ്റെ വിൻഡോൻ്റെ ഹൈറ്റ് എത്ര കൊടുക്കുന്നത്, ഇതൊക്കെയാണെന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ഈ ഒരു സൈസ് കൊടുക്കാറുള്ളത് 60 ആണ്. 60 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ കുഷിയിട്ടിട്ട് ഇവിടെ വിൻഡോ വരുമ്പോൾ നമുക്ക് ഇരിക്കാനുള്ള അത്യാവശ്യം സ്പേസ് ഇവിടെ ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോർ ലെവലിൽ നിന്നും ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് ലെവൽ എന്നുള്ളത് 450 ആണ് സ്റ്റാൻഡേർഡ് ഹൈറ്റ്. അത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. പിന്നെ ഇതിൻ്റെ മുകളിലൊരു കുഷ്യന് വരുന്നുണ്ടാവും. അങ്ങനെയാണ് ഈ ഒരു ബേ വിൻഡോ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടാവും. ഇതുപോലെ ബേ വിൻഡോൻ്റെ സ്ട്രക്ചർ ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. രണ്ട് സൈഡിലേക്ക് നമുക്ക് അതിൻ്റെ ഒരു ലോഡ് താങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സൈഡിലേക്ക് ബീം ഇട്ടിട്ട് വേണം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത് ഇടിഞ്ഞു വീഴാനുള്ള ചാൻസ് ഒക്കെ കൂടുതൽ കാണാറുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ബേ വിൻഡോസ് നമുക്ക് ചെയ്യാം. നമ്മുടെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ്, അതുപോലെ ഇൻറ്റീരിയർ അവിടെ എങ്ങനെ ഭംഗിയാക്കാൻ പറ്റും, ആ ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ ബേ വിൻഡോ സെറ്റ് ചെയ്യാറുള്ളത്. ഇതുമായി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എസ ഹോംസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.